ഭഗവാന്റെയും ആ മായാഭഗവതിയുടെയും അനുഗ്രഹത്തോടുകൂടി സുകന്യാചരിതം എന്ന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ തന്റെ രാജ്യത്തുള്ളവർക്കൊക്കെ ശ്വാസം മുട്ടലും പീഡകൾ അനുഭവപ്പെട്ടുവല്ലോ. അത് കണ്ട ശയ്യാദി ഓരോരുത്തരെയും വിളിച്ച് വേറെ 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 ചോദിച്ചു, എന്ത് പറ്റി, എന്ത് സംഭവം ഉണ്ടായിരുന്നു പിന്നെ നായാട്ടിന് പോയപ്പോന്നൊക്കെ. അച്ഛനും മറ്റുള്ളവരും വിഷമിക്കുന്നുണ്ട് സുകന്യാച്ചന്റെ സമീപം എന്ന് പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ കാട്ടിൽ കളിച്ചുകൊണ്ട് നടന്നപ്പോൾ 2 ദ്വാരങ്ങളുള്ള ഒരു ചിതൽപ്പുറ്റ് കണ്ടു. ആ ദ്വാരത്തിൽ കൂടി മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ ഒരു തിളക്കം കണ്ടു. ഞാനൊരു മുള്ളെടുത്ത് ആ ദ്വാരത്ത് കുത്തുകയും ചെയ്തു. പെട്ടെന്നൊരു കരച്ചിൽ കേട്ടു. ഞാൻ പേടിച്ച് ഓടിപ്പോന്നു അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് കാരണം മനസ്സിലായി. വേഗം ച്യവന മഹർഷിയുടെ ആശ്രമത്തിലെത്തി ആ മൺപുറ്റിനെ പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് വിനയപൂർവ്വം പറഞ്ഞു, എൻ്റെ മകൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു മഹർഷി. എൻ്റെ ദീനഭാവം കണ്ട് മഹർഷി പറഞ്ഞു, എനിക്ക് അങ്ങനെ കോപം വരാറില്ല. മകള് തെറ്റ് ചെയ്തിട്ടും ഞാൻ അങ്ങേ ശപിച്ചില്ലല്ലോ. ഒരു പാപവും ചെയ്യാതെ എന്നോട് ഈ പാതകം ചെയ്തത് കൊണ്ടാവും അങ്ങേക്ക് ഈ പീഡ അനുഭവപ്പെട്ടത്. ഞാൻ സാധാരണ മഹർഷിമാരെ മാതിരി തൊട്ടതിനടുത്ത് തന്നെ ശപിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദേവീ ഭക്തന്മാർ ദ്രോഹിച്ചാൽ അവനൊരു സൗഖ്യവും ഉണ്ടാവില്ല. സാക്ഷാൽ ശിവനാണെങ്കിൽ പോലും ദേവി അത് സഹിക്കില്ല. കാഴ്ച നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടുക? എന്നെ പരിചരിക്കാനാണ് ആരും ഇവിടെ ഇല്ലാതാനും. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, ഞാൻ അനവധി പരിചാരകന്മാരെ അങ്ങയുടെ ശുശ്രൂഷക്കായി നിയോഗിക്കാം. ക്ഷമിക്കണം മഹർഷി, വിപ്രകോപം നീണ്ടു നിൽക്കുകയില്ലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം മഹർഷി പറഞ്ഞു, ആരും തുണയില്ലാതെ ഞാൻ എങ്ങനെ തപസ് ചെയ്യും? നിന്റെ സേവകന്മാർക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ സാധിക്കുക? അങ്ങക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങയുടെ സുന്ദരിയായ മകളുണ്ടല്ലോ, അവള് തന്നെ എന്നെ ശുശ്രൂഷിച്ചാൽ മതി. അങ്ങയുടെ പുത്രിയുടെ പരിചരണം കൊണ്ട് എൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കും. ഞാൻ സന്തോഷിച്ചാൽ അങ്ങയ്ക്കും സൈന്യത്തിനും സുഖമാവുകയും ചെയ്യും. നല്ലപോലെ ആലോചിച്ച കന്യകയെ എനിക്ക് നൽകുക. വ്രതനിഷ്ഠനായ താപസനാണ് ഞാൻ, ഇതിലൊരു ദോഷവും ഇല്ലാതാനും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മൺപുറ്റിന്റെ ഉള്ളിലൂടെ തന്നെ ഈ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിസുന്ദരിയായ കുട്ടീനെ. മുനിയുടെ വാക്കേട്ട് ചിന്താഗ്രസ്തനായ രാജാവ് ഒന്നും പറഞ്ഞില്ല. കണ്ണ് കാണാത്ത ഈ കിഴവന് സുന്ദരിയായ എൻ്റെ മകളെ എങ്ങനെ വേളി കഴിച്ചു കൊടുക്കും? സ്വന്തം സുഖത്തിനു വേണ്ടി മകളുടെ സുഖം കണ്ടില്ലെന്ന് നടിക്കണോ? ത്രൈലോക്യ സുന്ദരിയാണ് എൻ്റെ മകള്. അവൾ ഈ വൃദ്ധനോടൊത്ത് കാലങ്ങൾ കഴിച്ചു കൂട്ടേണ്ട ഈശ്വര. എങ്ങനെയാണ് അവൾ ദാമ്പത്യ സുഖം അനുഭവിക്കുക? ഇതൊക്കെ വിചാരിച്ച് രാജാവിന് വല്ലാത്ത സങ്കടമായി. പണ്ട് യുവസുന്ദരിയായ ഗൗതമന്റെ പത്നിയും വാസവനാൽ വഞ്ചിക്കപ്പെട്ടില്ലേ? ധർമ്മഭ്രംശം അറിഞ്ഞ മുനി അഹല്യക്ക് ശാപവും നൽകിയില്ലേ? എനിക്ക് എത്ര തന്നെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എൻ്റെ മകളെ ഞാൻ ഈ അന്ധന് കൊടുക്കില്ല, അത് തീർച്ച എന്ന് ശരിയാതെ ഉറപ്പിച്ചു. അദ്ദേഹം മന്ത്രിമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു, ഞാൻ ഈ തരുണത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് എല്ലാവരും അഭിപ്രായം പറയണേ. മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമോ അതോ ഈ ദുഃഖം അനുഭവിക്കണമോ? നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ചിന്താകുലരായിരിക്കുന്ന അച്ഛനെയും സജീവന്മാരെയും കണ്ട് സുകന്യ പറഞ്ഞു, അച്ഛാ, ഞാൻ നിമിത്തം അങ്ങ് മനന്നൊന്ത് കഴിയണ്ട. ഞാൻ തന്നെ അതിന് പ്രതിവിധി കണ്ടുപിടിക്കാം. ഞാൻ കാരണം പീഡ അനുഭവിക്കുന്ന ഋഷിയെ ഞാൻ തന്നെ പരിചരിച്ച് പ്രസാദിപ്പിക്കാം. ഓ കഷ്ടം! സുകന്യയുടെ വാക്ക് കേട്ട് ശര്യാദിക്ക് സന്തോഷായി. എന്നാലും മകളെ ജരാനര ബാധിച്ച അന്ധനും കോപശീലനുമായ ഋഷിയെ നീ എങ്ങനെ പരിചരിക്കാനാണ്? പ്രത്യേകിച്ച് കാട്ടിലും രതീദേവിയെ പോലെ സുന്ദരിയായി നിന്നെ ഞാൻ എങ്ങനെ ആ പടുകിഴവന് കൊടുക്കും? തന്നോളം തന്നെ പ്രാപ്തിയുള്ളതിന് മാത്രമേ ഒരു പിതാവ് മകളെ വേളി കഴിച്ചു കൊടുക്കൂ. നിന്നെ ആ കുരുടന് കൊടുക്കുന്നതിലും ഭേദമാണ് എനിക്കും സൈനികർക്കും ഉണ്ടായ ദുഃഖം ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്തായാലും നിന്നെ ഞാൻ അന്ധനും വയസ്സനുമായ ഋഷിക്ക് കൊടുക്കില്ല മകളെ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ സുകന്യ അച്ഛനോട് പറയുന്നു വീണ്ടും, എന്നെ പറ്റി അച്ഛൻ ദുഃഖിക്കണ്ടാട്ടോ. ഞാൻ നിമിത്തം നിങ്ങൾക്കൊക്കെ ഉണ്ടായ ദുഃഖത്തെ ഞാൻ തന്നെ തീർക്കുന്നുണ്ട്. ജനങ്ങൾ സന്തോഷിക്കട്ടെ. ഒറ്റക്ക കാട്ടിൽ താമസിക്കുന്ന വൃദ്ധനായ താപസനെ ഞാൻ പോയി ശുശ്രൂഷിക്കാം. എനിക്ക് സുഖജീവിതം നയിക്കണമെന്ന് ഒറ്റ ലേശമാകൂല അച്ഛാ. എൻ്റെ മനസ്സ് സ്വസ്ഥമാണ്. ഞാൻ പതിവ്രതാധർമ്മം അനുഷ്ഠിച്ചു കൊള്ളാം. ചെറിയ കുട്ടിയത്ര എന്നിട്ട് പറയുന്നത് കേട്ടോ. സുകന്യയുടെ വാക്ക് കേട്ട് സജീവന്മാർ പോലും അത്ഭുതപ്പെട്ടുപോയി.
രാജാവ് മകളെയും പത്നിമാരെയും കൂട്ടി താപസന്റെ സവിധത്തിലെത്തി. വിനയപൂർവ്വം പറഞ്ഞു, മോനെ, ഇതാ എൻ്റെ മകളെ അങ്ങയുടെ പരിചരണത്തിനായി ഞാൻ തരുന്നു. വിവാഹവിധി പ്രകാരം രാജാവ് കന്യകയെ ഋഷിക്ക് നൽകി. ഋഷിക്കാ നമുക്ക് ഉണ്ടായ കണ്ണുകുട്ടികളും തിരക്കേടില്ല, ഈ സുന്ദരിനല്ലേ കിട്ടിയതെന്നില്ല വിചാരമായി അദ്ദേഹത്തിന്. സന്തോഷപൂർവ്വം കന്യകയെ മാത്രം സ്വീകരിച്ചു. കന്യാധനം ഋഷി സ്വീകരിച്ചതുമില്ല. എന്തിന് കാട്ടിലിരിക്കുന്ന എനിക്ക് ധനം വേണ്ട. ശര്യാദിയുടെയും സൈനികരുടെയും രോഗം പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്തു. അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സുകന്യ തൻ്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഇതൊന്നും ഇനി എനിക്ക് വേണ്ട. മാനം മറക്കാൻ വൽക്കലം മാത്രം മതി. മുനിപത്നിമാരുടെ വേഷമാണ് എനിക്ക് ഏറ്റവും യോജ്യം എന്ന് പറയുന്നു ആ കുട്ടി. രാജാവ് എങ്ങനെ ഇത് സഹിക്കും? സർവാലങ്കാര വിഭൂഷിതയായി ഓടിച്ചാടി നടന്ന് കളിച്ച കുട്ടിയല്ലേ ഇത്. പരലോക സുഖത്തിനായി ഞാൻ രാവും പകലും പ്രാർത്ഥിക്കാം. യുവതിയായ എന്നെ ഒരു വൃദ്ധന് നൽകിയതിൽ അങ്ങേക്ക് ഒട്ടും വിഷമിക്കണ്ട. ഞാൻ പതിവ്രതയായി തന്നെ വസിച്ചോളാം അച്ഛാ. വസിഷ്ഠനും അരുന്ധതിയും ജീവിച്ച പോലെ ഞാനും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഴിഞ്ഞുകൊള്ളാം. അത്രയും അനസൂയാദേവിയും ജീവിച്ച പോലെ എൻ്റെ ഭർത്താവിനെയും ശുശ്രൂഷിച്ച് ഞാൻ സംതൃപ്തിയോടെ ജീവിച്ചു കൊള്ളാം അച്ഛാ. അച്ഛൻ്റെ കീർത്തിക്ക് ഭംഗം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങനെയൊക്കെ ഈ രാജകുമാരി അച്ഛനോട് പറഞ്ഞു. സുകന്യക്ക് വൽക്കലവും കൊടുത്ത് രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മകളെ നോക്കി. വൽക്കലം ചുറ്റി നിൽക്കുന്ന മകളെ കണ്ട് രാജാവിൻ്റെ രാജ്ഞിമാർ സങ്കടത്തോടെ കണ്ണീർ വാർത്തു. മകളെ ച്യവന മഹർഷിയുടെ ആശ്രമത്തിൽ വിട്ട് രാജാവിൻ്റെ രാജ്ഞിമാരും സൈനികരും രാജധാനിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പൊ തന്നെ വൽക്കലം ധരിച്ചു ആ കുട്ടി. സീതാദേവിക്ക് പണ്ട് കൊടുത്ത സമയത്ത് ഞാനിത് എങ്ങനെ ചുറ്റലെന്നില്ലേ അറിയാത്തൊരു അബദ്ധം, ഒരു കളിയലുണ്ടായിരുന്നു. കുട്ടിക്ക് അതുമില്ല. അങ്ങനെ അമ്മമാരും അച്ഛനും തിരിച്ചുപോയ ശേഷം സുകന്യ എപ്പോഴും ഭർത്തൃ ശുശ്രൂഷ ചെയ്ത് അഗ്നിയെയും ആരാധിച്ച ആശ്രമത്തിൽ താമസമാക്കി. രാവിലെ പതിയെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് മാന്തോൽ വസ്ത്രം ഉടുപ്പിച്ച് തപസ് ചെയ്യാനായി ദർഭ വിരിച്ച് ആസനസ്ഥനാക്കും. പൂജയ്ക്ക് വേണ്ട ദ്രവ്യങ്ങളൊക്കെ യഥാസ്ഥാനത്ത് ഒരുക്കി വെക്കും. തപസ് അവസാനിച്ചാൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ശയ്യയിൽ കൊണ്ടുപോയി ഇരുത്തും. നിത്യം കാട്ടിൽ പോയി ഫലമൂലങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. വരിയരി ചോറ് പാകത്തിൽ വേവിച്ച് ഫലമൂലങ്ങളോടുകൂടി പതിക്ക് ആഹാരം കൊടുക്കും. അതിനുശേഷം തളിർവെറ്റില മുറുക്കാനായി കൊടുത്ത് മൃദുവായ ശയ്യയിൽ കൊണ്ടുപോയി ഇരുത്തും. പിന്നീടാണ് ആ സാധ്വിതന്റെ ദിനചര്യകൾക്കായി പോകുക. എല്ലാം വേഗം ചെയ്ത് ഫലമൂലങ്ങൾ ഭുജിച്ച് പതിവിടെ സവിധം എത്തുകയും ചെയ്യും. കാല് തലോടി കൊടുത്തിട്ടോ വീശി കൊടുത്തിട്ടോ ഭർത്താവിനെ പരിചരിച്ച് അടുത്ത് തന്നെ ഉണ്ടാവും എപ്പോഴും. സന്ധ്യാഹോമം കഴിഞ്ഞാൽ എഴുന്നേൽപ്പിച്ച് സ്വാദുള്ള ഫലങ്ങളെ അദ്ദേഹത്തിന് കൊടുത്ത് ബാക്കിയുള്ളത് ആ പതിവ്രതയും ഭുജിക്കും. അതിനുശേഷം അദ്ദേഹത്തെ ഉറക്കിയതിന് ശേഷം അവളും ആ കാൽച്ചുവട്ടിൽ തന്നെ കിടക്കും. പാപം നോക്കിക്കൊള്ളണേ. രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ അവൾ എഴുന്നേറ്റ് പൂജയ്ക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഒരുക്കി വെക്കും. പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്യാൻ അവൾ കൂടെ നിന്ന് സഹായിക്കും. അങ്ങനെ അവൾ പതിവ്രതാധർമ്മം ഭംഗിയോടെ അതിലേറെ സംതൃപ്തിയോടുകൂടി ചെയ്ത് പതിയെ സന്തോഷിപ്പിച്ചു. ഭർത്താവിന്റെ പൂജ കഴിഞ്ഞാൽ അവളും ഹോമാഗ്നിയെയും അതിഥിമാരെയും പൂജിക്കും. പതിയെ ദൈവത്തെ പോലെ പൂജിച്ച് ആരാധിച്ചു ആ കുട്ടി. ഒരു ചെറിയൊരു അറിയാതെ തെറ്റ് ചെയ്തു പോയതിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സൂര്യപുത്രന്മാർ അശ്വിനി ദേവന്മാരുണ്ടല്ലോ, അവർ ച്യവന മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അങ്ങനെ വരും അടക്ക്. കുളിയും കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് പോകുന്ന സുകന്യയെ അവർ കണ്ടു. രതീദേവിയെ പോലെ സുന്ദരിയായ സുകന്യയെ കണ്ടവർ വളരെയധികം മോഹിതരായി. അവർ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, സുന്ദരി, ഒരു കാര്യം ചോദിക്കുവാനാ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ അശ്വിനി ദേവന്മാരാണ്. നീ ആരാണ്? നിന്റെ മാതാപിതാക്കൾ ആരാണ്? ഈ കാട്ടിൽ ഒറ്റക്ക് വരാൻ എന്താണ് കാരണം? ഭവതിയെ കണ്ടാൽ ദേവാംഗനമാർ ആരെങ്കിലും ആണെന്ന് തോന്നുന്നു. ആരാണെന്ന് കൃത്യമായി പറഞ്ഞാലും. ഈ കാട്ടിൽ നടന്ന് നിന്റെ മൃദുവായ കാൽത്തളിരണ വേദനിക്കില്ലേ കുട്ടി? അത് കണ്ട് ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട നീ നഗ്നപാതയായി കാട്ടിലെ കല്ലിൽ കൂടി നടക്കുകയാണോ? മൂടുപടവും തോഴിമാരും ഇല്ലാതെ ഇവിടെ ഒറ്റക്ക് കുളിക്കുവാൻ വരാൻ എന്താണ് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കളിയൊന്നുമില്ല, ഇപ്പം കുളിയേ ഉള്ളൂ കുട്ടിക്ക്. കളി അധികമായി പോയതുകൊണ്ടാണ് നിനക്ക് അനുഭവിക്കേണ്ടി വന്നത്. അശ്വിനി ദേവന്മാർ ഇപ്രകാരം ചോദിച്ചപ്പോൾ അതിസുന്ദരിയെ സുകന്യ ലജ്ജയോടുകൂടി പറഞ്ഞു, ദേവന്മാരെ, ഞാൻ ശര്യാദി മഹാരാജാവിന്റെ മകളാണ്. ച്യവന മഹർഷിയുടെ പത്നിയാണ്. അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ കാരണം
അച്ഛൻ എന്നെ മുനിക്ക് വേളി കഴിച്ചു കൊടുത്തു. എൻ്റെ പതി വൃദ്ധനും അന്ധനുമാണ്. അദ്ദേഹത്തെ അഹോരാത്രം സംതൃപ്തിയോടെ പരിചരിച്ച് കഴിയുകയാണ് ഞാൻ. എൻ്റെ പതി ഇരിക്കുന്ന ആശ്രമം നിങ്ങളുടെ പാദസ്പർശം കൊണ്ട് ശുദ്ധമാക്കുവാൻ വന്നാലും, ആശ്രമത്തിനകത്തേക്ക് വന്നാലും എന്ന് പറഞ്ഞു. അവരുടെ വാക്കേട്ട് ദേവന്മാർ ചോദിച്ചു, ഈ താപത്തിന് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ കാരണം എന്താണ് കുട്ടി? മിന്നൽ കുടി പോലെ മിന്നുന്ന നിന്നെപ്പോലെ ഒരു സുന്ദരിയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. പട്ടുവസ്ത്രം മുടുക്കേണ്ട നീ വൽക്കലമാണോ ധരിക്കുന്നത്? അന്ധനായ ഒരു വൃദ്ധതാപത്തിനെ ശുശ്രൂഷിക്കാൻ ഇടവരുത്തിയ ദൈവം ക്രൂരൻ തന്നെ കേട്ടോ. സുന്ദരി, നീ അന്ധന് ചേർന്നവളല്ല, മറ്റൊരുന്നെ വേളി കളിച്ച് സുഖമായി വാഴുക. വിലപ്പെട്ട യൗവനം പാഴാക്കാതിരിക്കൂ. ഈ അന്ധന്റെ കൂടെയുള്ള താമസം ഉപേക്ഷിച്ച് ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ വേളി കഴിച്ച് സുഖമായി വസിച്ചാലും നമുക്ക് ദേവലോകത്ത് ആടിപ്പാടി രസിക്കാം. ചൈത്രരഥത്തിലോ കൽപ്പോദ്യാനത്തിലോ നന്ദനോദ്യാനത്തിലോ നമുക്ക് രമിച്ച് നടക്കാം. നീ ഒരു രാജപുത്രിയല്ലേ, പ്രപഞ്ച സൗഖ്യങ്ങളൊക്കെ അനുഭവിച്ച നീ എന്തിനാണ് ഈ കാട്ടിൽ അന്ധനായ താപസനോടൊത്ത് വൽക്കലം ധരിച്ച് നടക്കുന്നത്? ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ വേളി കഴിച്ച് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ നിനക്ക് വരും. ഈ തളിർമേനിക്ക് ഫലമൂലങ്ങളും ജലാഹാരവും യുക്തമല്ല സുന്ദരി. ഇങ്ങനെയൊക്കെ ഇവര് പറയണു ഈ കുട്ടിയോട്. അപ്പൊ അശ്വിനി ദേവന്മാരുടെ വാക്കുകേട്ട് സുകന്യ സ്വല്പം ഭയപ്പെടാതിരുന്നില്ല കേട്ടോ. ഭയപ്പെട്ടു, എങ്കിലും ധൈര്യം സംഭരിച്ച് പ്രകാരം പറഞ്ഞു, ഞങ്ങൾ ധർമ്മജ്ഞനും സൂര്യപുത്രന്മാരുമാണ്. പതിവ്രതാധർമ്മം അനുഷ്ഠിക്കുന്ന ഈ സാധുയോട് ഇപ്രകാരം പറയാമോ? തെറ്റല്ലേ നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത്? എൻ്റെ അച്ഛൻ എന്നെ യോഗിയായ മിനിക്ക് നൽകി. അങ്ങനെ മഹർഷിയുടെ പത്നിയായി ഞാൻ കുലടകളെ പോലെ പ്രവർത്തിക്കുന്നത് ശരിയാണോ? കുലസ്ത്രീകൾ പതിയെ ഉപേക്ഷിച്ച് അന്യപുരുഷ ഗമനം ചെയ്യാൻ പാടുണ്ടോ? ഞാനത് ചെയ്യുകയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും അല്ലെങ്കിൽ ശരിയാദിപുത്രിയും ഭർത്തൃഭക്തിയുമുള്ള ഞാൻ നിങ്ങളെ ശപിക്കും. സുകന്യയുടെ വാക്കുകൾ കേട്ട് വിസ്മയമുള്ള ദേവന്മാർ പറഞ്ഞു, അല്ലയോ വരവർണിനി, എൻ്റെ ഭർത്തൃഭക്തി കണ്ട് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ദേവന്മാരാണ്, ആഗ്രഹമുള്ള വരം ചോദിച്ചാലും ഞങ്ങൾ ദേവന്മാരുടെ വൈദ്യന്മാരാണ്. നിന്റെ പതിയെ ഞങ്ങൾ രൂപയൗവന സമ്പന്നനാക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഒരേ രൂപം ധരിക്കും, അതിലൊരാളെ ഭവതിക്ക് വരിക്കാം. ഇങ്ങനെ ഒരു മത്സരമുണ്ട് ആ കൂട്ടത്തില്. അശ്വിനി ദേവകൾ പറഞ്ഞത് കേട്ട സുകന്യ പതിയുടെ സമീപം ചെന്ന് പറഞ്ഞു, സ്വാമിൻ, സൂര്യനന്ദന്മാരെ നാസത്യന്മാർ ആശ്രമത്തിന്റെ അടുത്തായി നിൽക്കുന്നുണ്ട്. അവർ എന്നെ കണ്ട് മാരപീഡിതരായി പറഞ്ഞു, നിന്റെ പതിയായ ചവന മഹർഷിയെ ഞങ്ങൾ രൂപ കൊണ്ട് സമ്പന്നനാക്കുന്നുണ്ട്. പക്ഷെ ഒരു നിശ്ചയമുണ്ട്, ഞങ്ങളുടെ രൂപത്തിനോട് തുല്യ രൂപവാനായി നിന്റെ പതിയെ ദിവ്യദേഹത്തോടു കൂടി നിന്റെ മുമ്പിൽ നിർത്തും. പിന്നീട് നീ ആ 3 പേരിൽ ഒരാളെ വരിക്കണം എന്ന് പറഞ്ഞു അവരെന്നോട്. അവരുടെ വിചിത്രമായ നിശ്ചയത്തെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മുനീശ്വര? അവരുടെ വാക്കുകൾ കപടമാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങ് പറയും പോലെ ഞാൻ പ്രവർത്തിക്കാമെന്ന് ഭർത്താവിനോട് പറയണു. ചവന മഹർഷി പറഞ്ഞല്ലയോ സുഹൃതേ, വേഗം പോയി ആ ബിഷപ്ഗുരന്മാരെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലും ഒരു സംശയവുമില്ലാതെ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. അങ്ങനെ മുനിയുടെ കൽപ്പന കേട്ട് സുകന്യ ദേവന്മാരുടെ അടുക്കൽ പോയി ഇപ്രകാരം പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. ദേവന്മാർ പറഞ്ഞു, നിന്റെ പതി തടാകത്തിൽ പോയി കുളിച്ചു വരട്ടെ. അവർ അപ്രകാരം പറഞ്ഞപ്പോൾ ചവന മഹർഷി തടാകത്തിലേക്ക് കുളിക്കാൻ ചെന്നു. അശ്വിനി ദേവന്മാരും തടാകത്തിനിറങ്ങി. 3 പേരും മുങ്ങി നിവർന്നപ്പോൾ ദിവ്യദേഹത്തോടു കൂടിയ സമാന രൂപന്മാരായി വയസ്സും രൂപവും വേഷഭൂഷങ്ങളും വേണ്ട കർണകണ്ഠാഭരണങ്ങളും കൂടി ഒരേ മാതിരി അണിഞ്ഞ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഭദ്രേ, വരവർണിനി, ഞങ്ങൾക്കിടയിൽ ഇഷ്ടപ്പെട്ട ഒരാളെ വരച്ചാലും ഒരേ രൂപവും ഒരേ മാതിരി വേഷവും അണിഞ്ഞു നിൽക്കുന്നവരെ കണ്ടിട്ട് സുകന്യക്ക് കുറച്ച് പരിഭ്രമം ഉണ്ടായി. അവൾ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ശങ്ക തോന്നുന്നുവല്ലോ. പതിയെ അല്ലാതെ മറ്റൊരാളെ ഞാൻ വരിക്കുകയില്ല. അദ്ദേഹത്തിന് പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല, അല്ലെങ്കിൽ മരണം തന്നെയാണ് ശ്രേഷ്ഠം. ഇങ്ങനെ പലതും ചിന്തിച്ച് സുകന്യ ജഗദമ്പയെ ധ്യാനിച്ച് സ്തുതിച്ചു. ദേവി, ലോകമാതാവേ, അമ്മേ, ഞാൻ വളരെ ദുഃഖിതയാണല്ലോ. എൻ്റെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിച്ചാലും വിഷ്ണുപ്രിയെ, ഈ ചരാചരമെല്ലാം സൃഷ്ടിച്ചത് അവിടുന്നല്ലേ? അതിനെ പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്ന് തന്നെയല്ലേ അമ്മേ? ത്രിമൂർത്തികൾക്കും അമ്മയല്ലേ അവിടുന്ന്?
അജ്ഞർക്ക് ബുദ്ധിയും ജ്ഞാനികൾക്ക് മോക്ഷവും നൽകുന്നത് അവിടുന്ന് തന്നെയല്ലേ അമ്മേ? നിർമ്മലമായ മനസ്സുള്ളവർക്ക് ഭുക്തിയും മുക്തിയും കൊടുക്കുന്നതും അവിടുന്ന് തന്നെ. എല്ലാവർക്കും ശരണമേകുന്ന അമ്മയെ ഇതാ ഞാനും ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ശോകാബ്ദിയിൽ മുങ്ങിയിരിക്കുകയാണമ്മേ. എനിക്കെന്റെ പതിയെ കാട്ടിത്തരണേ. എന്റെ പാതിവൃത്തത്തിന് കളങ്കം വരുത്തി തീർക്കരുതേ, എന്നെ കൈവിടരുതേ എന്നൊക്കെ അമ്മയോട് ഈ കുട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരം സുകന്യ ദേവിയെ സ്തുതിച്ചപ്പോൾ ത്രിപുരസുന്ദരി അവളുടെ ഹൃദയത്തിൽ വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തി. സുകന്യ ഒരേ രൂപത്തിൽ നിൽക്കുന്ന ദേവന്മാരെ നല്ലപോലെ നോക്കി തന്റെ പതിയെ തന്നെ വരച്ചു. സുകന്യയുടെ പാതിവൃത്യ മേന്മ കണ്ട് രവിസുതന്മാർ പ്രസന്ന ചിത്തരായി. അവർക്ക് അത്ഭുതവും തോന്നി. മുനിയോട് അനുജ്ഞയും വാങ്ങി നാസത്യന്മാർ പോകാൻ പുറപ്പെട്ടപ്പോൾ മുനി പറഞ്ഞു, നിങ്ങൾ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. ഈ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? പ്രത്യുപകാരം ചെയ്യാത്തവൻ നിന്ദ്യനാണ്. എനിക്ക് ഈ പുതിയ രൂപം തന്ന നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അത് പറഞ്ഞാലും ഞാൻ സാധിപ്പിച്ചു തരുന്നുണ്ട്. അശ്വിനി ദേവന്മാർ തമ്മിൽ ചിന്തിച്ച് ഇപ്രകാരം പറഞ്ഞു, അച്ഛന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. എങ്കിലും ഞങ്ങളുള്ളിൽ ഒരാഗ്രഹമുണ്ട്. ദേവന്മാരോട് കൂടി സോമപാനം ചെയ്യണമെന്നൊരാഗ്രഹം. പണ്ട് സുമേരുവിൽ വെച്ച് യജ്ഞം നടന്നപ്പോൾ ഇന്ദ്രൻ ഞങ്ങളെ വൈദ്യന്മാരാണെന്ന പതിത്വം കൽപ്പിച്ച് സുരാപാനം നിഷേധിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്നാൽ വളരെ 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 സന്തോഷവാന്മാരാകും. ഞങ്ങള് ദുഷ്പ്രാപമാണെന്നറിയാമെങ്കിലും ഞങ്ങളുടെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തന്നാലും മഹർഷി എന്ന് പറഞ്ഞു. യവന മഹർഷി പറഞ്ഞു, എനിക്ക് രൂപയൗവനവും കാഴ്ചശക്തിയും തന്ന് എന്നെ അനുഗ്രഹിച്ചത് നിങ്ങളാണ്. കൂടാതെ എൻ്റെ പ്രിയ പത്നിയെയും എനിക്ക് തന്ന നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ശരിയാതി രാജാവിനെ കൊണ്ട് യജ്ഞം ചെയ്യിച്ച് ആ യജ്ഞത്തിൽ ദേവേന്ദ്രൻ കാണുക തന്നെ നിങ്ങളെ ദേവന്മാരുടെ കൂടെ സോമപാനം ചെയ്യിപ്പിക്കാം ഞാൻ. ഒട്ടും സംശയം വേണ്ടത് സത്യം സത്യം സത്യം. യവന മഹർഷിയുടെ വാക്കേട്ട് സന്തുഷ്ടരായ അശ്വിനി ദേവന്മാർ ദേവലോകത്തേക്ക് പോയി. യവന മഹർഷി പത്നിയായ സുകന്യയോടൊത്ത് ആശ്രമത്തിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ ഇത്ര ഇന്നത്തെ ഭാഗം. കദംബികയുടെയും പൊന്നുണ്ണിക്കണ്ണന്റെയും പാദപത്മങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.